മൊബൈലും മൈക്കുമായി നടക്കുന്നവരെല്ലാം മാധ്യമപ്രവർത്തകരല്ലെന്ന് ഡൽഹി ഹൈക്കോടതി. മാധ്യമപ്രവർത്തകർക്ക് ഒരു പൊതു നിയമം കൊണ്ടുവരണം, ഒരു ചട്ടക്കൂട് വേണം എന്നാണ് ഡൽഹി ഹൈക്കോടതിയുടെ നിരീക്ഷണം. അത് ഒരു മതപരമായ സ്ഥലത്ത് വീഡിയോ ചിത്രീകരണം നടക്കുമ്പം അവിടെ ആൾക്കൂട്ടം ഉണ്ടായി, ആൾക്കൂട്ടരെ അക്രമം ഉണ്ടായി. അങ്ങനെ ഉള്ള ഒരു കേസിലെ പ്രതികൾക്ക് ജാമ്യം കൊടുക്കുന്ന സന്ദർഭത്തിലാണ് കോടതി അഭിപ്രായം രൂപീകരിച്ചത്. മാധ്യമപ്രവർത്തകർക്ക് ധാർമ്മിക ഉത്തരവാദിത്വം ഉണ്ടായിരിക്കണം. അതുപോലെ തന്നെ മാധ്യമ സ്വാതന്ത്ര്യത്തെ ഹനിക്കാതെ ഇവരെ നിയന്ത്രിക്കുന്ന നിയമനിർമ്മാണം നടത്തണമെന്നാണ് ഡൽഹി ഹൈക്കോടതിയുടെ നിർദ്ദേശം. ഡൽഹി ഹൈക്കോടതി പറഞ്ഞിരിക്കുന്ന മൊബൈൽ ഒരു മൈക്കും ഉണ്ടെങ്കിൽ മാധ്യമപ്രവർത്തകരാണ് എന്ന് ഒരു തെറ്റിദ്ധാരണ എല്ലായിടത്തും പരത്തുന്നുണ്ട്. കേരളത്തിൽ നമുക്കറിയാവില്ല, അടുത്ത ദിവസം അറസ്റ്റ് ചെയ്ത തൊപ്പി. അയാൾ വിചാരിക്കുന്ന സോഷ്യൽ മീഡിയയിൽ കൂടെ ആർക്കും എതിരായിട്ട് എന്തും പറയാമെന്ന്, അതിന് സ്വാതന്ത്ര്യമുണ്ടെന്നാണ്. അങ്ങനെയുള്ള ആൾക്കാരെ ഉദ്ദേശിച്ചുകൊണ്ട് തന്നെയാണ് പുതിയ നിയമനിർമ്മാണം വേണം എന്ന് പറയുന്നത്. ആർട്ടിക്കിൾ 19 പ്രകാരം ട്രയൽ ബൈ മീഡിയയുടെ കാര്യം ആർട്ടിക്കിൾ 19 പറയുന്നത്. റൈറ്റ് ടു റെപ്യൂട്ടേഷനും അതുപോലെ റൈറ്റ് ടു പ്രൈവസിയും ലോ ഓഫ് കണ്ടക്ട് ഓഫ് കോർട്ടിനും എതിരായിട്ട് ഒന്നും പറയാൻ പറ്റില്ല. അത് ഒരു മാധ്യമപ്രവർത്തകനും പറയാനൊക്കില്ല. അത് ആർട്ടിക്കിൾ 19 കൃത്യമായിട്ട് പറയുന്നുണ്ട്. ഡൽഹി ഹൈക്കോടതി ഇപ്പം പറഞ്ഞിരിക്കുന്നത് ചില ആൾക്കാർ ഓരോരോ സ്ഥലങ്ങളിൽ ചെന്ന് ഇൻ്റർവ്യൂ നടത്തുകയും അവർ ആ മാധ്യമപ്രവർത്തകർ എന്ന ധാരണ ചില ചോദ്യം ചോദിക്കുകയും അവർക്ക് ഇൻട്രസ്റ്റ് ഉള്ള ചോദ്യങ്ങൾ ചോദിച്ച് സാമൂഹികമായ ചില പ്രശ്നങ്ങൾ സൃഷ്ടിക്കത്തക്ക രീതിയിൽ അവർ ഉത്തരം വരികയും അത് പ്രസിദ്ധീകരിക്കുകയും ചെയ്യുന്നു. പക്ഷേ അത് മാധ്യമധർമ്മത്തിനെതിരാണ്. ജേർണലിസം പഠിച്ചവരും ഒക്കെ തന്നെയാണ് മാധ്യമത്തിൽ കൂടുതലും കാണുന്നത്. അവർക്ക് എങ്ങനെയാണ് ഒരു മാധ്യമം പ്രവർത്തകൻ അവരുടെ ജോലി ചെയ്യേണ്ടതെന്നും അവരുടെ ധാർമ്മിക ഉത്തരവാദിത്വം എന്താണെന്നും അവർ വസ്തുതാപരമായ കാര്യങ്ങൾ മാത്രമാണ് റിപ്പോർട്ട് ചെയ്യേണ്ടതെന്നും സമൂഹത്തെ അനിക്കുന്നതോ വ്യക്തികളെ അനിക്കുന്നതോ ഒരു ജാതിയെ അനിക്കുന്നതോ മതത്തെ അനിക്കുന്നതുമായ ഒരു കാര്യവും ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ളൊരു സംഭവത്തിൻ്റെ ഒരു കേസിൻ്റെ ഒരു ജഡ്ജ്മെൻറ്റ് സമയത്താണ് ഡൽഹി ഹൈക്കോടതി ഇക്കാര്യം പറഞ്ഞത്. കാരണം നിയമനിർമ്മാണം വേണം. മാധ്യമത്തെ ദുരുപയോഗം ചെയ്യുന്ന ധാരാളം പേരുണ്ട്. പല പ്രശ്നങ്ങളും നമുക്കറിയാം. ചില സ്ഥലത്ത് വർഗീയ കലാപം ഉണ്ടാകുന്ന ചില മാധ്യമപ്രവർത്തകരല്ലാത്ത ചില ആൾക്കാർ മാധ്യമപ്രവർത്തകരായി വന്ന് ചില ഇൻ്റർവ്യൂകളൊക്കെ നടത്തി അതൊക്കെ പ്രസിദ്ധീകരിച്ച് അവിടെ വലിയ സോഷ്യൽ മീഡിയയിലൊക്കെ അത് പ്രസിദ്ധീകരിച്ച് വന്ന് ആൾക്കാർ സംഘർഷഭരിതരായി പോകുന്ന കാഴ്ചകളൊക്കെ നമുക്ക് കാണാം. അവിടെ റൈറ്റ് ഉണ്ടാകുന്നുണ്ട്, അടിപിടി ഉണ്ടാകുന്നുണ്ട്, കുത്തുംവെട്ടുന്നുണ്ടാകുന്നുണ്ട്. ഇതൊക്കെ സൃഷ്ടിക്കുന്നത് മാധ്യമപ്രവർത്തകർ എന്നുള്ള പേരിൽ ചില സോഷ്യൽ മീഡിയയിൽ പ്രവർത്തിക്കുന്ന ചില വ്യക്തികളാണ്. അവരുടെ സ്ഥാപിത താല്പര്യങ്ങൾ പ്രചരിപ്പിക്കാനുള്ള ഒരു മീഡിയ ആയിട്ട് മാധ്യമത്തെ അവർ ഉപയോഗിക്കുന്നു. യഥാർത്ഥത്തിൽ അവരാരും ക്വാളിഫൈഡ് ആയിട്ടുള്ള മാധ്യമപ്രവർത്തകരല്ല. അത് ഫോർത്ത് എസ്റ്റേറ്റിൻ്റെ കാര്യത്തിൽ കൃത്യമായിട്ട് അത് ആർട്ടിക്കിളിൽ നമ്മുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ പറയുന്നുണ്ട്. ഫോർത്ത് എസ്റ്റേറ്റിന് റൈറ്റ് ഉണ്ട്. അത് അവർ വിമർശിക്കും. അവർ സമൂഹത്തിൽ നടക്കുന്ന എല്ലാ മോശമായ കാര്യങ്ങളെ അവർ പുറത്തു കൊണ്ടുവരും. അവർ ഭരണകൂടത്തെ വിമർശിക്കും. അതിനൊന്നും ഒരു തടസ്സവുമില്ല. അതൊക്കെ സ്വതന്ത്രമായ മാധ്യമ പ്രവർത്തനത്തിൻ്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ്. എന്നാൽ ഒരാളുടെ റെപ്യൂട്ടേഷനെതിരായിട്ട് മാധ്യമപ്രവർത്തകൻ അവരുടെ സ്വാതന്ത്ര്യം ദുരുപയോഗം ചെയ്യാൻ പാടില്ല എന്ന് ഭരണഘടനയിൽ പറയുന്നുണ്ട്. അവരുടെ സ്വകാര്യതയിൽ അനിക്കുന്ന ഒരു കാര്യവും പ്രസിദ്ധീകരിക്കാൻ കഴിയില്ല. അതൊരു ജേർണലിസം പഠിച്ച ഒരു മാധ്യമപ്രവർത്തകൻ ചെയ്യാറില്ല. എന്നാൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ പലരും രംഗത്ത് വരുമ്പോൾ അവരിതൊന്നും പഠിച്ചിട്ടില്ല. അവർ വിചാരിച്ചിരിക്കുന്ന അവരെ ആരുടെ ഇൻ്റർവ്യൂ അവർക്ക് എടുക്കാം, എന്ത് കാര്യത്തെപ്പറ്റി അവരെ അഭിപ്രായം പറയാം, അതൊക്കെ എയർ ചെയ്യാം എന്നൊക്കെയാണ് ഇവരുടെയൊക്കെ ധാരണ. ആ ധാരണയൊന്നും ശരിയല്ല. അത് പ്രോസിക്യൂട്ട് ചെയ്യും. അങ്ങനെയുള്ളവരെ സൂക്ഷിക്കുക. മാധ്യമത്തെ ദുരുപയോഗം ചെയ്യാനായിട്ട് കഴിയില്ല. സഭ്യമായ രീതിയിൽ മാത്രമേ മാധ്യമപ്രവർത്തനം നടത്താൻ കഴിയുള്ളൂ. വ്യക്തികളെ ഹനിക്കാൻ പാടില്ല, ജാതിയെ ഹനിക്കാൻ പാടില്ല, അതുകളെ സ്ത്രീ സ്വാതന്ത്ര്യത്തിനെതിരായിട്ട് പ്രവർത്തിക്കാൻ പാടില്ല, കുട്ടികളെ മോശമായി ചിത്രീകരിക്കാൻ പാടില്ല. ധാരാളം കാര്യങ്ങൾ ഒബ്സർവ് ചെയ്യേണ്ടതുണ്ട്. ഇതെല്ലാം മനസ്സിലാക്കിയിട്ടാണ് മാധ്യമപ്രവർത്തകർ പ്രവർത്തിക്കുന്നത്.
അറിയാം, നമുക്ക് ചില ചോദ്യങ്ങളൊക്കെ രാഷ്ട്രീയക്കാരോടും അങ്ങനെയുള്ള മതഭേദാവളൊക്കെ ചോദിക്കുമ്പോൾ അവർ വളരെ കൃത്യനിഷ്ഠയോട് വളരെ കൃത്യമായ ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. അതിലേക്ക് അത് ഒരു റിഫ്റ്റിനും ഒരു സംഘട്ടനത്തിനും തയ്യാറാകുന്ന രീതിയിലുള്ള ചോദ്യങ്ങളും ചോദിക്കാൻ പാടില്ല, ഉത്തരങ്ങളും വരാൻ പാടില്ല. ഇതൊക്കെ ഒരു മാധ്യമ ധർമ്മമാണ്. അതുകൊണ്ടാണ് ഡൽഹി ഹൈക്കോടതി ഇപ്പോൾ കൃത്യമായൊരു നിരീക്ഷണം നടത്തിയിരിക്കുന്നു. മാധ്യമ സ്വാതന്ത്ര്യത്തെ ഹനിക്കാതെ ഒരു നിയമനിർമ്മാണം നടത്തേണ്ട ആവശ്യകതയെപ്പറ്റിയാണ് ഡൽഹി ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ആ രീതിയിലൊരു നീക്കം ഉണ്ടാകുമെന്ന് ഞാൻ കരുതുന്നു.